ഹായ് ഗായ്സ്, വെൽക്കം ടു ഷഹനാസ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഹോം മെയ്ഡ് സ്ലൈം വീഡിയോ ആണ്. അതും നമ്മൾ ഒരു കുട്ടി സബ്സ്ക്രൈബറിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലൊരു ചെറിയൊരു ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു 5-6 ടീസ്പൂൺ സർഫെക്സിൻ്റെ സോപ്പും പൊടി ജസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വേറൊരു സോപ്പും പൊടി യൂസ് ചെയ്യാതെ സർഫെക്സിൻ്റെ സോപ്പും പൊടി ഒന്ന് ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കുക. അപ്പോഴാണ് നമുക്ക് സ്ലൈം നല്ല അടിപൊളിയായി കിട്ടുക. ഞാൻ അതിലാണ് ചെയ്ത് നോക്കിയത്. ഇനി ഒരു സർഫ് എക്സലിൻ്റെ പൗഡർക്ക് കുറച്ച് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ വാട്ടർ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ വാട്ടറും അതുപോലെ ഈ ഒരു പൗഡറും നന്നായിട്ട് മിക്സ് ആയി കിട്ടണം. അപ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് വാഷിംഗ് പൗഡർ ജസ്റ്റ് വാട്ടറിൽ നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതുപോലൊരു സ്പൂണിൽ ജസ്റ്റ് സാൾട്ട് ഇത്ര അളവിൽ ജസ്റ്റ് ഈ ഒരു വാഷിംഗ് പൗഡറിൻ്റെ മിക്സിലേക്ക് നന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് സാൾട്ടും വാട്ടറും ജസ്റ്റ് വാഷിംഗ് പൗഡറും ജസ്റ്റ് നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായി ഇതുപോലൊരു ബൗൾ എടുക്കുക. അതിലേക്ക് ഇതുപോലൊരു ഫെവിഗം മുഴുവനായിട്ട് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു ഗം പറഞ്ഞാൽ 5 രൂപക്കൊക്കെ നമുക്ക് കിട്ടില്ല. ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആണ്. ഞാനിവിടെ യെല്ലോ കളറാണ് യൂസ് ചെയ്തത്. ഞാൻ ആ കുപ്പിയിലുള്ള മുഴുവൻ ഗമ്മും ഈ ഒരു ബൗളിലേക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ല ഈസി ആയിട്ടുള്ള ഭയങ്കര 100% വർക്കായിട്ടുള്ള ഒരു സ്ലൈമിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത സ്റ്റെപ്പ് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ഗമ്മക്ക് ഞാൻ കുറച്ച് ഉജാല ഒരു 2-3 തുള്ളി ജസ്റ്റ് ഒന്ന് ഒറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അതൊരു നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഈ ഒരു സ്ലൈമിന് നല്ല അടിപൊളിയായിട്ട് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഉജാല, എൻ്റെ കയ്യിൽ ഉജാല ആയിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങളെ കയ്യിൽ നല്ല രസമുള്ള കളേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്ത് ഒറ്റിക്കാവുന്നതാണ്. ജസ്റ്റ് ഒരു 2-3 തുള്ളി മാത്രം മതി. ഗമ്മിലേക്ക് ഈ ഒരു ഉജാല ഒറ്റിച്ചതിന് ശേഷം ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ ഒരു മിക്സ് ചെയ്ത് വെച്ചാൽ ഈ ഒരു മിക്സ് കുറച്ച് നമ്മൾ ആ ഗമ്മിലേക്ക് കുറച്ച് ജസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ടീസ്പൂൺ വീതം ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്താൽ ഒറ്റയടിക്ക് ഒക്കമ്പാട് അങ്ങോട്ട് ഒഴിക്കരുത്. കാരണം അത് നന്നായിട്ട് നമുക്ക് സ്ലൈമായി കിട്ടില്ല. ഇങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് സ്ലൈമിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെ കിട്ടുള്ളൂ. ഞാൻ ഇതാ കുറച്ച് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടില്ല, അതാ ജസ്റ്റ് നമുക്കിതൊരു അതായത് വാട്ടറും അതുപോലെ ഈ ഒരു സ്ലൈമും ജസ്റ്റ് ഇങ്ങനെ വേർതിരിഞ്ഞ് വരുന്ന മാതിരി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നോക്കാം. ഞാൻ കാണിച്ചു തരാം. അതാ ഇതുപോലെ ചെയ്താൽ മതി. ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്ത് പിന്നെ കുറച്ചൊന്ന് മിക്സ് ചെയ്യുക. പിന്നെയും കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് ഈ ഒരു വാട്ടറും അതുപോലെ സ്ലൈമും രണ്ടായിട്ട് തിരിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇനി ഈ ഒരു ജസ്റ്റ് നമുക്ക് സ്ലൈമായി കിട്ടിയത് ജസ്റ്റ് വാട്ടർ നന്നായിട്ട് ഇതുപോലെ ഈ ഒരു സ്പൂണ് വെച്ചിട്ട് അതിലത്തെ വാട്ടർ കംപ്ലീറ്റ് ഒന്ന് ജസ്റ്റ് ഊറ്റി ഒഴിവാക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് ഈ കട്ട പോലെ കിട്ടും. ഇനി ഇത് നന്നായിട്ട് എടുത്ത് അതിലുള്ള വാട്ടറും നന്നായിട്ട് ഇതുപോലെ കൈ രണ്ടും പ്രസ് ചെയ്ത് നന്നായിട്ട് പിഴിഞ്ഞ് ഒഴിവാക്കുക. അപ്പോൾ നമുക്ക് അതിലത്തെ കംപ്ലീറ്റ് വാട്ടറും ജസ്റ്റ് പോയി കിട്ടിയാൽ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ഇത് നല്ല അടിപൊളിയായിട്ടുള്ള സ്ലൈമായിട്ട് ഉപയോഗിക്കാം. ഇതുപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇങ്ങനൊരു സ്ലൈം ഉണ്ടാക്കുക. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്ലൈമിനോട് കളിക്കുക. അത് കൂടാതെ നല്ല സ്മൂത്തായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയേക്കണേ. നിങ്ങൾക്ക് തന്നെ കണ്ടാലേറെ എന്ത് അടിപൊളിയായിട്ടുള്ള ടെക്സ്ചറിലാണ് നമുക്ക് സ്ലൈം കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. സ്ലൈം വെച്ച് ഞാൻ കുറേ നേരം ഇതുപോലെ കയ്യിലിട്ട് ജസ്റ്റ് കളിച്ചിരുന്നു. കാരണം ഒരു നല്ലൊരു സ്ലൈം ഒരു ഗുളുഗുൾ എഫക്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു കളിക്കാൻ. പിന്നെ ഈ ഒരു സ്ലൈം ഉണ്ടാക്കണമെങ്കിൽ വലിയൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് സ്റ്റോർ ചെയ്യലാണ്. ഇത് സ്റ്റോർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു സ്ലൈം നല്ല കട്ടിയായിട്ട് പോവും. അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് സ്റ്റോർ ചെയ്തതിന് ശേഷം ഇനി ഇത് കട്ടിയായി തന്നെ വിചാരിക്കുക. ജസ്റ്റ് കുറച്ചും പാടി ഗ്ലൂ ഇതുപോലെ ഈ ഒരു സ്ലൈമിൻ്റെ മുകളിലായി അപ്ലൈ ചെയ്താൽ നമുക്ക് ഇതൊന്നുംപാടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ കുറേ പേര് ഹോം മെയ്ഡായിട്ട് സ്ലൈം വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക്. അതുപോലെ നമ്മളെ ഗിവയുടെ വിന്നേഴ്സ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു സെൻഹ എന്ന് പറഞ്ഞ കുട്ടിക്കും അതുപോലെ സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ബിസ്മി എന്ന കുട്ടിക്കാണ്. അപ്പോൾ 2 പേർക്കും എൻ്റെ വലിയൊരു കൺഗ്രാറ്റ്സ്. അപ്പോൾ വിന്നേഴ്സ് എന്തായാലും എന്നെ ഇൻസ്റ്റഗ്രാമുമായി ഒന്ന് കോൺടാക്ട് ചെയ്യുക. അതുപോലെ 1 വീക്കാണ് നമ്മൾ വിന്നേഴ്സിനെ കോൺടാക്ട് ചെയ്യാനുള്ള ടൈം കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഗിവയുടെ വിന്നേഴ്സിനെ നമ്മൾ 2ാമതായി സെലക്ട് ചെയ്യേണ്ടി വരും. കാരണം ഈ ഒരു ഗിഫ്റ്റ് നമ്മൾ വേറൊരാൾക്ക് കൊടുക്കേണ്ടതായി വരും. അപ്പോൾ വിന്നേഴ്സ് എന്തായാലും 1 വീക്കിനുള്ളിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ എല്ലാവരും സ്ലൈം ജസ്റ്റ് വീട്ടിലും പാടി ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഓക്കെ ഗായ്സ്, ഈ ഒരു ക്രാഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.